ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ആരുമില്ല എങ്കിലും യേശു കൂടെയുണ്ട്. വചനം ശ്രവിക്കുന്ന താങ്കൾ ആരുമില്ല എന്ന് പറയരുത്. താങ്കളെ കരുതുന്ന, താങ്കളെ നന്നായി അറിയുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി സ്വന്തം പ്രാണനെ നൽകി താങ്കളെ വീണ്ടെടുത്ത യേശുവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. താങ്കളായിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും യേശു താങ്കളെ രക്ഷിക്കും. ആകയാൽ യേശുവിൽ ശക്തിപ്പെടുക, ധൈര്യപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് തകർന്നിരിക്കുമ്പോൾ ദൈവം അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന്. അതിനാൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനെ ധൈര്യപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു. തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 2 അധ്യായം 1 വചനം, എൻ്റെ മകനെ, ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുകയെന്ന്. വചനം ശ്രവിക്കുന്ന താങ്കൾ തളർന്നു പോകരുത്. ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, തീച്ചുളയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഓർക്കുക, താങ്കൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്നിട്ടും, നിന്ദകൾ സഹിച്ചിട്ടും, മറുപടി പറയാൻ അറിഞ്ഞിട്ടും താങ്കളുടെ വായ് പൊത്തി ദൈവം പലരുടെയും മുൻപിൽ താങ്കളെ നിർത്തിയത് താങ്കളുടെ തലയിൽ താങ്കളുടെ ശത്രുക്കൾ കാണുകെ കിരീടം വയ്ക്കുവാനാണ്. എവിടെയും താങ്കളെ താഴ്ത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് നല്ലൊരു ഭാവി നൽകുവാൻ യേശുവിന് കഴിയും. താങ്കൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരും. ദൈവം മാനിച്ചാൽ ദേശത്തു നിന്ന് താങ്കളുടെ ദൈവം ഉയർത്തും. ഇത്രയും നാൾ കർത്താവിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ചലിച്ചതുകൊണ്ടാണ് താങ്കൾ ഇന്ന് ജീവനോടുകൂടെ ആയിരിക്കുന്നത്. അതിനാൽ വിളിച്ചു പറയാമോ, കർത്താവേ, കർത്താവിൻ്റെ കരമാണ് എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും താങ്ങിയതെന്ന്. കർത്താവിൻ്റെ കരമാണ് എനിക്ക് വേണ്ടി കരുതിയതെന്ന്. ഗേലിലെ കാനാവിലെ കല്യാണ വിരുന്നിൽ അപ്പനും അമ്മയും കരുതി വെച്ച വീഞ്ഞ് 3-ാം നാൾ തീർന്നുപോയി. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരം ചലിച്ചപ്പോൾ അവിടെ വലിയൊരു നിറവ് സംഭവിക്കാനിടയായി. 7 ദിവസത്തേക്ക് യഹൂദന്മാരുടെ ആചാരപ്രകാരം വിവാഹോഷം നടത്തണമായിരുന്നു. എന്നാൽ 3-ാം ദിവസമാകുമ്പോഴേ ശൂന്യതയുടെ അനുഭവങ്ങൾ കടന്നു വന്നിരുന്നു. നാം എന്തൊക്കെയും കരുതിയാലും യേശു നമുക്കായി കരുതുന്നില്ല എങ്കിൽ ശൂന്യതയുടെ അനുഭവമായിരിക്കും. യേശു കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരുമില്ല എങ്കിലും മറ്റുള്ളവർ താങ്കളെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്തിയവർ താങ്കളെ ചേർത്ത് നിർത്തുന്ന നാൾ കടന്നു വരും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നുവെന്ന് പറയത്തക്ക വിധത്തിൽ അവ സംഭവിക്കും. ദൈവം അത്ഭുതം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 22 തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു, നിൻ്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന്. ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലാണോ? യെശയ്യാപ്രവചന പുസ്തകം 40:29 പറയുന്നു, അവന് ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നുവെന്ന്. എന്നും കഷ്ടതകളാണെന്ന് കരുതി നിരാശപ്പെടേണ്ട. ജീവിതം മുഴുവനും ദുരിതമാണെന്ന് കരുതേണ്ട. വചനം ശ്രവിക്കുന്ന താങ്കളുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഭക്തനായ ഇയ്യോബിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി നിശ്ചയമായും പ്രവർത്തിക്കും. ഉറച്ചു വിശ്വസിക്കുക. ഭക്തനായ ഇയ്യോബിനെ പോലെ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. പെറുപെറുക്കാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയണം. ഭക്തനായ ഇയ്യോബ് വിളിച്ചു പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന്. അധരങ്ങളുടെ ഫലം ജീവിതത്തിൽ വെളിപ്പെടും. ഭക്തനായ അബ്രഹാം പ്രതിസന്ധിയിൽ, ശൂന്യതയിൽ വിളിച്ചു പറഞ്ഞു, യഹോവ ഈരെ, യഹോവ കരുതും. ഒരു സാധ്യതയുമില്ലാത്ത ഇടത്ത് ഭക്തനായ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയെങ്കിൽ പിന്തുടർന്ന് പിടിക്കുവാൻ വരുന്ന ഫറവോൻ സൈന്യങ്ങളുടെ മുൻപിൽ ഭക്തനായ മോശ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ലെന്ന്. അതുപോലെ സംഭവിച്ചുവെങ്കിൽ മുന്നിലെ പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെടുമ്പോൾ, ഭയപ്പെടുമ്പോൾ കാലേബ് വിളിച്ചു പറഞ്ഞു, യഹോവ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതിനെ ജയിക്കുവാൻ കഴിയുമെന്ന്, അവയെ അവകാശമാക്കുവാൻ കഴിയുമെന്ന്. അതേ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും, ഏകാന്തതയുടെ അനുഭവമാണെങ്കിലും നമ്മെ സഹായിക്കുന്ന, നമ്മുടെ അരികിൽ ഇറങ്ങി വരുന്ന കർത്താവ് കൂടെയുണ്ട്. കണ്ണുനീരിൻ്റെ അനുഭവമാണോ? യേശു കണ്ണുനീർ തുടയ്ക്കും. രോഗത്തിൻ്റെ അനുഭവമാണോ? യേശു രോഗത്തെ സൗഖ്യമാക്കും. താങ്കൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും അവയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് താങ്കളുടെ അരികിലേക്ക് ഇറങ്ങി വരും. യേശുവേ, എന്നെ സഹായിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. എൻ്റെ നിരാശയിൽ, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ
എൻ്റെ തകർച്ചയുടെ അനുഭവത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ എന്ന ഒരൊറ്റ വാക്ക് മതി. കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളെ അരികിലേക്ക് ഇറങ്ങി വരും. ഏത് മേഖലയിലും മനുഷ്യർ കൈവിട്ടാലും കർത്താവ് കൈവിടത്തില്ല. ആരുമില്ലെങ്കിലും യേശു കൂടെയുണ്ട്. യേശുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.